ആർക്കൊക്കെ വേണ്ടി നീ ജീവിച്ചു എന്ന ചോദ്യത്തിന് 1000 നാവിൽ മറുപടി തരുന്നവരോട് നിനക്ക് വേണ്ടി നീ എന്തൊക്കെ ചെയ്തു എന്ന് ചോദിച്ചാൽ പലർക്കും ഉത്തരം ഉണ്ടാകില്ല. കാരണം സ്വന്തമായി ജീവിക്കാൻ മറന്നുപോയവരുടെ ലോകം കൂടിയാണിത്. ഒരു പെണ്ണ് ഭാഗ്യവതിയാകുന്നത് കാശുള്ള ഒരാളെ വിവാഹം ചെയ്യുമ്പോഴോ സ്നേഹിച്ച ഒരാളെ സ്വന്തമാക്കുമ്പോഴോ അല്ല, മറിച്ച് മരണം വരെയും സ്നേഹവും സമാധാനവും നൽകുന്ന ഒരു പുരുഷൻ അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ്. ജീവിതത്തിൽ സങ്കടങ്ങളും സന്തോഷങ്ങളും വന്നു പോയിക്കൊണ്ടിരിക്കും. സന്തോഷിച്ചില്ലെന്ന് വെച്ച് സങ്കടങ്ങൾ വരാതിരിക്കില്ല. സന്തോഷിക്കേണ്ട സമയത്ത് സന്തോഷിക്കുക, സങ്കടപ്പെടേണ്ട സമയത്ത് മാത്രം സങ്കടപ്പെടുക. നല്ല ദിവസവും ചീത്ത ദിവസവും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം നിങ്ങളുടെ മനോഭാവം മാത്രമാണ്. നമ്മുടെ ശരികളെ മാത്രം അംഗീകരിച്ച് ചേർത്തു നിർത്തുന്നവരെയല്ല, നമ്മുടെ ചെറിയ തെറ്റുകളിൽ പോലും വെളിച്ചം കാണിച്ചു തരുന്നവരെ വേണം നാം കൂടെ ചേർത്തു നിർത്തേണ്ടത്. ഒരു നിമിഷം കൊണ്ട് ജീവിതത്തെ അടിമുടി മാറ്റാൻ കഴിയില്ല. എന്നാൽ ഒരു നിമിഷത്തിൽ ചിന്തിക്കാതെ കൈക്കൊള്ളുന്ന ചില തീരുമാനങ്ങൾ ചിലപ്പോൾ ജീവിതത്തെ സാരമായി ബാധിക്കാം. വളരെ ചിന്തിച്ച ശേഷം മാത്രം തീരുമാനമെടുക്കുക. ദേഷ്യമോ നിരാശയോ മനസ്സിൽ വെച്ച് നടക്കുന്നതിലൂടെ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ മനസ്സമാധാനമാണ്. എപ്പോഴും പുതുതായി എന്തെങ്കിലും ചെയ്യാൻ താൽപ്പര്യപ്പെടുക. ഒരു പരിധി നിശ്ചയിച്ച് അതിനുള്ളിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം വിരസമായി മാറും. ആരുടെയെങ്കിലും അടുക്കൽ എന്ത് നല്ലത് കണ്ടാലും അവരോട് തന്നെ പറയുക. നിങ്ങൾ പറയുന്ന കാര്യം അവർ ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കും. നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും എപ്പോഴും നമ്മുടെ പരിധിയിൽ തന്നെ സൂക്ഷിക്കുക. അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങും. ബന്ധങ്ങൾ രണ്ടു തരമാണ്. ഒന്ന് സ്നേഹം മാത്രം നൽകും, മറ്റൊന്ന് അനുഭവം നൽകും. സ്നേഹം നൽകുന്ന ബന്ധങ്ങളെ മനസ്സിലും അനുഭവം നൽകുന്ന ബന്ധങ്ങളെ ഓർമ്മകളിലും കൊണ്ടു നടക്കണം. 1000 പേർ നിങ്ങളെ കുറ്റപ്പെടുത്തിയാലും അപമാനിച്ചാലും പരിഹസിച്ചാലും തളരരുത്. നിങ്ങളുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ അന്തിമ വിജയം നിങ്ങൾക്ക് മാത്രമാണ്. പ്രശ്നങ്ങളിലേക്ക് നോക്കിയാൽ 1000 പ്രശ്നങ്ങൾ കാണും. അവസരങ്ങളിലേക്ക് നോക്കിയാൽ 1000 അവസരങ്ങൾ കാണാം. രണ്ടും എന്നും എപ്പോഴും എല്ലായിടത്തുമുണ്ട്. എവിടെ നോക്കണമെന്ന് തീരുമാനമെടുക്കേണ്ടത് നമ്മളാണ്. ചിന്തയ്ക്കും പ്രവൃത്തിക്കും ഇടയിലുള്ള സമയമാണ് മടി. ആ സമയത്തിൻ്റെ ദൈർഘ്യമാണ് നിങ്ങളുടെ ഭാവി നിശ്ചയിക്കുന്നത്. ഏറ്റവും ധൈര്യം വേണ്ടത് വേണ്ടെന്ന് വയ്ക്കാനാണ്. ഏറ്റവും വലിയ തിരിച്ചറിവ് എന്നും തനിച്ചായിരിക്കും എന്ന ബോധ്യമാണ്. ഏറ്റവും വലിയ കഴിവ് ഒറ്റയ്ക്ക് നടക്കാൻ കെൽപ്പുണ്ടാവുക എന്നതാണ്. നാം എന്നും തനിച്ചാണ് എന്നതാണ് പരമാർത്ഥ സത്യം. സ്വന്തമായി ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ളതെല്ലാം താൽക്കാലികമാണ്. നിങ്ങളുടെ ഹൃദയത്തിലെ സ്നേഹം മാത്രമേ ശാശ്വതമായി നിലനിൽക്കൂ. അടുപ്പമുള്ളവരോട് പരമാവധി നുണ പറയാതിരിക്കുക. പലപ്പോഴും സത്യം അറിഞ്ഞിട്ടും നിങ്ങൾ എന്താണ് പറയുന്നത് എന്നറിയാൻ വേണ്ടി മാത്രം ചോദിക്കുന്നവരാണ് ഭൂരിഭാഗവും. സമയം സൗജന്യമാണ്, പക്ഷേ അത് വിലമതിക്കാനാവാത്തതാണ്. നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം, പക്ഷേ സ്വന്തമാക്കാൻ കഴിയില്ല. നിങ്ങൾക്കത് ചെലവഴിക്കാം, പക്ഷേ സൂക്ഷിക്കാൻ കഴിയില്ല. ഒരിക്കൽ അത് നഷ്ടപ്പെട്ടാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്കത് തിരികെ ലഭിക്കില്ല. നുണകളും രഹസ്യങ്ങളുമാണ് പലപ്പോഴും ബന്ധങ്ങൾ ഇല്ലാതാക്കുന്നത്. അത് എത്ര ശ്രദ്ധയോടെ ആണെങ്കിലും ഒരു സൂചന എവിടെയെങ്കിലും ഉണ്ടാകും. അന്ധകാരത്തിൽ ചെയ്യുന്നത് എപ്പോഴും വെളിച്ചത്തിലേക്ക് വരുന്നു. എത്ര സ്നേഹിച്ചിട്ടും, എത്ര മനസ്സിലാക്കിയിട്ടും, എത്ര ആത്മാർത്ഥത കാണിച്ചിട്ടും, എത്ര സമയം അവർക്ക് വേണ്ടി മാറ്റിവച്ചിട്ടും ഒരിക്കൽ പോലും നമ്മളെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അവരെ നമ്മൾ ചേർത്തു നിർത്തുന്നതിൽ ഒരു കാര്യവുമില്ല. അവരെ അവരുടെ വഴിക്ക് തന്നെ വിട്ടേക്കുക. ആശങ്കകളെ ആവേശമാക്കി മാറ്റാനുള്ള ചിന്താശക്തിയാണ് വേണ്ടത്. കഷ്ടപ്പാടുകളും തോൽവികളും പരിഹാസങ്ങളും മനുഷ്യജീവിതത്തിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അവയെ അഭിമുഖീകരിക്കാനുള്ള ചിന്താശക്തിയാണ് ജീവിത വിജയത്തിൻ്റെ ആയുധം. ആരൊക്കെ ജീവിതത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാലും ചില സമയങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്കാണ്. സങ്കടമായാലും സന്തോഷമായാലും ഓടിച്ചെന്ന് പറയാനുള്ള ഇടം ശൂന്യമാണ് എന്നുള്ള തിരിച്ചറിവ് വല്ലാത്തൊരു വേദനയാണ്. നിങ്ങളെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി നിങ്ങളുടെ സമയം പാഴാക്കാതിരിക്കുക.
നിങ്ങൾ കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും വിശ്വസിക്കരുത്. ഏതൊരു കഥയ്ക്കും 3 ഭാഗങ്ങളുണ്ട്. 1 അവരുടെ ഭാഗത്തു നിന്നുള്ള കഥ, 2 നിങ്ങളുടെ കഥ, 3 യഥാർത്ഥ സത്യം. നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയില്ല എന്ന് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും സന്തോഷമായ നിമിഷം. ചിലരുടെ പെട്ടെന്നുള്ള മാറ്റം നമ്മളെ വേദനിപ്പിക്കും. പക്ഷെ അത് മാറ്റമല്ല. അത്രയും നാൾ അവർ അണിഞ്ഞിരുന്ന മുഖംമൂടി അഴിഞ്ഞ് തനി നിറം പുറത്തു വന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. കടന്നുപോയ വഴികളും വന്നിരുന്ന മനുഷ്യരും തന്നുപോയ നഷ്ടങ്ങളും ഇറങ്ങിപ്പോയ സമയവുമൊക്കെ പാഠമാണ് ഓരോരുത്തരുടെയും ജീവിത പാഠങ്ങൾ. അറിവും തിരിച്ചറിവും തമ്മിലുള്ള വ്യത്യാസം. അറിവ് എല്ലായിടത്തു നിന്ന് കിട്ടും. എന്നാൽ തിരിച്ചറിവ് അനുഭവത്തിൽ നിന്ന് മാത്രമായിരിക്കും കിട്ടുന്നത്. നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഒരിക്കൽ പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് ക്ഷമിക്കാൻ മാത്രമേ കഴിയൂ, ഒരിക്കലും മറക്കാൻ കഴിയില്ല.